പ്രിയമുള്ള സഹോദരന്മാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ യത്തബിഉ അക്സറഹും ഇല്ലാ ലന്ന. അവരിൽ അധിക പേരും ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. തീർച്ചയായും സത്യത്തിൻ്റെ സ്ഥാനത്ത് ഊഹം ഒട്ടും പര്യാപ്തമാവുകയില്ല. തീർച്ചയായും അല്ലാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ സത്യത്തിലേക്ക് വഴി കാണിക്കുന്നവരുണ്ടോ എന്നാണ് മുകളിലത്തെ ആയത്തിൽ ചോദിച്ചത്. എന്നിട്ടും ഇവർ ഈ പല മഹാന്മാരെയും വിളിച്ച് മഹാന്മാരുടെ അടുത്ത് പോകുന്നു, ദേവീദേവന്മാരുടെ അടുത്ത് പോയി സഹായം തേടുന്നു ഒക്കെ ചെയ്യുന്നു. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉപദേശം കിട്ടുകയോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഊഹത്തെയാണ് അവർ പിന്തുടരുന്നത് എന്ന് ഊഹിച്ചു പറയും കുറേ കാര്യങ്ങൾ അവർ. ഇപ്പം നമ്മളിപ്പം ഒരു സ്ത്രീ കൈനോട്ടക്കാരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ സ്ത്രീയുടെ മുഖഭാവം നോക്കിയിട്ടാണ് അധികം പറയാം. നമുക്കറിയാലോ, നമ്മുടെ മുഖം നോക്കിയിട്ട് നമുക്ക് പലരുടെയും മുഖം നോക്കിയിട്ട് നമുക്കും കുറേ കാര്യങ്ങൾ നമുക്കറിയാം അല്ലേ. ഞാൻ എന്നോട് പറഞ്ഞല്ലോ, ഒരു ഭിക്ഷക്കാരൻ എന്നോട് ഒരു ടൗണിൽ ഞാൻ പോയപ്പോൾ ഒരു ഭിക്ഷക്കാരൻ മറ്റുള്ളവരൊന്നും പണം ചോദിക്കാതെ എന്നോട് വന്ന് ചോദിച്ചു. അങ്ങനെ നമ്മളിപ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ അവരിൽ കൂടിയിരിക്കുന്ന അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരിൽ നമുക്ക് പാകപ്പെട്ട ഒരാളുടെ ചോദിക്കുക അല്ലേ. ചില ആൾക്കാർ മുഖം കണ്ടാൽ തന്നെ ക്രൂര മുഖവും ഒക്കെ ആയിരിക്കും. നമ്മൾ അങ്ങനെ ഒരു ചോദിക്കുക, കാരണം മറുപടി കിട്ടില്ല എന്നറിയാം. ഒരു മന്ദസ്മിതമൊക്കെ തൂക്കി നിൽക്കുന്ന ആളോടുകൂടെ നമ്മൾ ചോദിക്കും. അപ്പോൾ നമുക്കും കൂടെ മുഖഭാവങ്ങൾ നോക്കി നമുക്കും അറിയാം. അതുപോലെ തന്നെ അതിനേക്കാളും കാലങ്ങളായി തൊഴിലെടുക്കുന്നവർക്കും ഈ പല വ്യക്തിയുടെ മുഖഭാവങ്ങൾ അറിയാം. അപ്പം കൈനോട്ടക്കാർ കയ്യിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നതെങ്കിലും അവർ നമ്മുടെ മുഖത്തേക്കാണ് ഇരുന്നത്. കുറെ ഊഹിച്ച് പറയാണ്. ഇപ്പോൾ യുവതിയാണെങ്കിൽ ഒരു കൈനോട്ടക്കാരനടുത്ത് വന്നാൽ ആ കൈനോട്ടക്കാർ എന്ത് പറയും? പെണ്ണ്, എനിക്ക് പല ഭർത്താക്കന്മാരും വരും, ഭർത്താവിൻ്റെ കൂടെ സുഖമായി ജീവിക്കും. കാരണം യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ അവർക്കറിയാമല്ലോ. അപ്പോൾ അവരും ആ യുവത്വത്തിലൂടെ കടന്നു വന്നവരാണല്ലോ. അപ്പം ഭാഗത്തിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ട് നല്ല വരനെ കിട്ടും എന്നൊക്കെ പറയും. വരനെ കിട്ടും എന്നൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ പൈസ വാങ്ങാനുള്ള ആളാണ്. കയ്യിൽ നോക്കിക്കഴിഞ്ഞാൽ 50 രൂപ 100 രൂപ വാങ്ങും. അപ്പോൾ അവർ സന്തോഷിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. നല്ലൊരു ഭർത്താവിന് എനിക്ക് കിട്ടും, നല്ല കുഞ്ഞുങ്ങൾ കിട്ടും, ജോലി ശരിയാവും, ജോലിക്ക് അല്പം ബുദ്ധിമുട്ടും എന്നാലും വേണ്ടില്ല ജോലി ശരിയാവും എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ യുവതികൾ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ. ജോലിക്ക് ശ്രമിക്കുക, ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ഇപ്പോൾ ചീത്ത കേൾക്കേണ്ടി വന്നാലും രക്ഷപ്പെടും എന്നൊക്കെ പറയും. അതൊക്കെ ഏകദേശം ഊഹിച്ച് പറയുക ചെയ്യാം. അതുപോലെ തന്നെ എവിടെ ആയാലും ഇപ്പോൾ നമ്മളിപ്പോൾ തങ്ങന്മാരുടെ അടുത്തൊക്കെ പോവുകയാണെങ്കിലും ആ ശിങ്കിടികൾ ഉണ്ടാവും. സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ഈ ജ്യോത്സ്യൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ ശിങ്കിടികൾ രഹസ്യമായിട്ട് ആൾക്കാരെ പിന്നെ ഇവിടെ ഇരിക്കാം, പിന്നെ ഈ ജ്യോത്സ്യൻ്റെ ഒരു മുറിയിൽ അടച്ചു കൂട്ടിയിരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ശിങ്കിടി പുറത്തുണ്ടാവും. അപ്പോൾ അവിടെ പല ആൾക്കാരും വന്ന് വെയിറ്റിംഗ് റൂമുണ്ടാവും. വെയിറ്റിംഗ് റൂമിൽ എന്താവും, ശിങ്കിടി പിന്നെ അറിയാത്ത ഭാവത്തിൽ ഒരു കാണിക്കാൻ വന്ന ഒരു രൂപത്തിൽ വന്നിട്ട് അവിടെ വന്നിരുന്നിട്ട് ഇവരുടെ പല കുശലാന്വേഷണങ്ങൾ നടത്തും. ഞാനും ഇയാളടുത്ത് കാണിക്കാം, ശരിക്കും ഇയാൾ ആളേക്കും, ഈ ജ്യോത്സ്യൻ്റെ ആളേക്കും ഈ ശിങ്കിടി. എന്നിട്ട് അവിടെ ഞാനും കാണിക്കാൻ വന്നാണ്, അങ്ങനെയാണ് ഇയാളെ കുറേ മേന്മകളൊക്കെ ആദ്യം പറയും. പിന്നെ ഇവരെ കാര്യങ്ങൾ വന്ന ആളുകളുടെ, ജ്യോത്സ്യൻ്റെ അടുത്ത് വന്ന ആളുകളുടെ എല്ലാ സ്ഥിതി വിവരവും ചോദിച്ചറിയും. വീട്ടിൽ ഭർത്താവുണ്ടോ, മക്കളുണ്ടോ, എവിടെയാണ് വീട് ഓടിട്ട വീടാണോ ഓലയിട്ട വീടാണോ, ഇവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും. എന്നിട്ട് അതൊക്കെ എന്ത് ചെയ്യും, ഈ ജ്യോത്സ്യന് പതുക്കെ കൊണ്ടേ കൊടുക്കും. അപ്പോൾ ജ്യോത്സ്യൻ എന്തെങ്കിലും പല കാര്യങ്ങളും പറയും. അപ്പോൾ അത്ഭുതപ്പെടും, അതൊക്കെ എങ്ങനെ ഇയാൾ അറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ പല തരികിടകളും ഈ ഇങ്ങനത്തെ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. ദേവീദേവന്മാരുടെ കേന്ദ്രങ്ങൾ, ജ്യോത്സ്യപ്പുരകളിലും തങ്ങന്മാരുടെ സ്ഥലത്തൊക്കെ എല്ലാ മതത്തിലുണ്ടല്ലോ ഇങ്ങനത്തെ ആൾക്കാർ. ക്രിസ്തുമതമാവട്ടെ ഹിന്ദു മതമാവട്ടെ ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവർ അത് ഊഹിച്ച് പറയുക ചെയ്യുക. പല കാര്യങ്ങളും ഊഹിച്ച് പല സ്വഭാവ രീതികൾ ഒക്കെ നോക്കിയിട്ട് ഊഹിച്ചാണ് പല കാര്യം പറയുക. അപ്പം നമ്മൾ ഷെർലോക്ക് ഹോംസിൻ്റെ കഥയിലുണ്ട്, ഒരാൾ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഷെർലോക്ക് ഹോംസിൻ്റെ വീട്ടിൽ വരും. അപ്പോൾ ഷെർലോക്ക് ഹോംസ് പറയും, ഇന്ന സ്ഥലത്ത് ടെക്സാസിൽ ഇപ്പം മഴ പെയ്തിട്ടുണ്ടല്ലേ അറിയും. അതുപോലെ തന്നെ
നിങ്ങളുടെ ഭാര്യ വീട്ടിൽ നിന്ന് പിണങ്ങി പോയിട്ട് എത്ര ദിവസമായി ഇങ്ങോട്ട് ചോദിക്കാം. അയാളൊന്നും പറയാതെ ഷെർലക് ഹോംസ് ഇങ്ങോട്ട് ചോദിക്കാം. അപ്പോൾ ടെക്സാസിൽ മഴ പെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ കാലിലെ ഷൂവിൽ പറ്റിപ്പിടിപ്പിച്ച ചളിയാണ്. അപ്പോൾ ആ ചളി അധികം ടെക്സാസ് പ്രദേശത്താണ് ഉണ്ടാവുക. അപ്പോൾ അവിടെ മഴ പെയ്താൽ മാത്രമേ ആ ചളി വരുള്ളൂ എന്നാണ് അദ്ദേഹം ചോദിച്ചു. ഷെർലക് ഹോംസ് ചോദിച്ചു. സംഭവം ശരിയാണ്, മഴ പെയ്തിരുന്നു. പിന്നെ അദ്ദേഹം ഭാര്യ പിണങ്ങി പോയിട്ട് എത്ര ആയെന്ന് ചോദിച്ചു. അപ്പം കാരണം വെച്ചാൽ അദ്ദേഹത്തെ ഷർട്ടിനിട്ട കുടുക്കുകൾ തെറ്റിച്ചിട്ടാണ് ഇട്ടത്. അപ്പോൾ ഭാര്യ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ വേഗം ചൂണ്ടിക്കാണിക്കും, നിങ്ങൾക്ക് കോട്ടിട്ട തെറ്റാണ് എന്ന് പറയും. അപ്പം ഭാര്യയിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണെന്ന് മനസ്സിലാക്കും. അപ്പം ഇങ്ങനെയൊക്കെ പലതും അയാൾ ഊഹിച്ച് പറയും. അതുപോലെ തന്നെ ഈ ജ്യോത്സ്യന്മാരും മറ്റിങ്ങനെയുള്ള കേന്ദ്രങ്ങളിലുള്ളവരൊക്കെ പലതും ഊഹിച്ചെടുത്ത് പറയുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായും സത്യത്തിൻ്റെ സ്ഥാനത്ത് ഊഹം ഒട്ടും പര്യാപ്തമാവുകയില്ല. തീർച്ചയായും അള്ളാഹു അവർ ചെയ്തു കൊണ്ടിരിക്കുന്നതെല്ലാം മാറുന്നതാണ്. അള്ളാഹു അവരെന്തൊക്കെ ചെയ്തു കൊണ്ടിരിക്കും അതൊക്കെ അള്ളാഹു നോട്ടമിട്ടിട്ടുണ്ട്. പിന്നെ അള്ളാഹു ശിക്ഷിക്കാത്തത് എന്താ വെച്ചാൽ എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എവിടം വരെ പോകുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു അവർക്ക് അയച്ചു വിട്ടു കൊടുക്കും. നമുക്ക് മത്സ്യം കുളക്കടയിൽ നിന്ന് മത്സ്യം പിടിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, ചൂണ്ടലിൻ്റെ എന്തെങ്കിലും കയറ് അയച്ചു ഇട്ട് കൊടുക്കും, അല്പം അയച്ചിട്ടെടുക്കും. സാധാരണ ഈ ചൂണ്ടയിൽ എന്താകും, നമ്മൾ ആ കുളത്തിൽ നമ്മളെന്ത് ചെയ്യും, ഞാനൂലിനെ എന്ത് ചെയ്യും, ഒരു മണ്ണിരയെ കൊളുത്തും. ഞാനൊരിക്കലും ചെറുപ്പത്തിൽ ഒരിക്കലും ചൂണ്ടലിട്ടിട്ടില്ല. കാരണം എനിക്ക് ഞാനൂലിനെ കോർക്കാനൊക്കെ പേടിയുമാണ്, പാവമാണ്. ഒക്കെ അങ്ങനത്തെ കാര്യങ്ങൾ വലിയ പാപമായി കരുതുന്ന വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ സമപ്രായ കുട്ടികളൊക്കെ പൂമ്പാറ്റയെ അടിച്ചു കൊല്ലും. അപ്പോൾ എനിക്കങ്ങനെ കൊല്ലുന്നതൊന്നും ഇഷ്ടമല്ല. കാരണം ഒരു ജീവിയെ കൊല്ലാനാണെങ്കിൽ എൻ്റെ മനസ്സ് സമ്മതിക്കില്ല. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ 2-3 വീടുകളിൽ പോയി നിൽക്കാറുണ്ട്. വല്യമ്മൻ്റെ ആങ്ങളുടെ വീട്ടിലും മൂത്താപ്പൻ്റെ വീട്ടിലും പിന്നെ മൂത്താപ്പൻ്റെ ഒരു അമ്മായിയുടെ ഉപ്പയുടെ സഹോദരിയുടെ വീട്ടിലും ഉപ്പയുടെ സഹോദരൻ്റെയും 2 വീടുകളും പിന്നെ വല്യമ്മയുടെ ആങ്ങളുടെ ഒരു വീട്ടിലും നമ്മൾ ചെറുപ്പത്തിൽ പോയിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കുട്ടികളുമുണ്ട്, വലിയവരുമുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ പോയി നിൽക്കുമ്പോൾ, സ്കൂളിൽ കൂട്ടുകാരെ പോയി നിൽക്കുമ്പോൾ അവരൊക്കെ നമുക്കൊരുപാട് ഉപദേശങ്ങൾ നൽകും. ഇങ്ങനെ ഉപദ്രവിക്കരുത്, ജീവികളെ ഉപദ്രവിക്കരുത്, അങ്ങനെ എൻ്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഇങ്ങനെ എന്താ പ്രാണികളെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ചെറിയ ജീവികളൊക്കെ ഉപദ്രവിക്കാനൊക്കെ മടിയാണ്. പറഞ്ഞു വരുന്നത്, മണ്ണിരയെ നമ്മൾ ചൂണ്ടയിടുമ്പോൾ മണ്ണിരയെ ആദ്യം കൊളുത്തും. പിന്നെ ചൂണ്ട അല്പം മുകളിലായിക്കൊണ്ട് ഒരു ഇലയുടെ പീസോ അല്ലെങ്കിൽ അല്പം പ്ലാസ്റ്റിക്കോ വെക്കും. കാരണം വെള്ളത്തിൽ താഴ്ന്നു പോകരുത്, വെള്ളത്തിൽ അല്പം പൊന്തി കിടക്കണം. അപ്പോൾ ഇലയോ പ്ലാസ്റ്റിക്കോ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യും, ആ ചൂണ്ടൽ ആ വെള്ളത്തിൽ നിന്ന് ഇത്ര അകലത്തിൽ അത് നിൽക്കും. പിന്നെ കുറച്ച് ചൂണ്ടൽ അല്പം ലൂസാക്കി ഇടും. കറക്റ്റ് ചൂണ്ടൽ നമ്മൾ കയ്യിൽ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യില്ല, മത്സ്യം കൊത്തില്ല. കാരണം മത്സ്യം കൊത്തുന്ന സമയത്ത് തന്നെ അത് ചൂണ്ടൽ അല്പം അത് എന്ത് ചെയ്യണം, അയച്ചിട്ട് കൊടുക്കണം, എന്നാലേ കിട്ടുള്ളൂ. അല്ലാതെ കൊത്തുമ്പോൾ തന്നെ പിടിച്ചു വലിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അള്ളാഹു എന്ത് ചെയ്യും, അയച്ചിട്ട് കൊടുക്കും. ഈ സത്യനിഷ്ഠ ഇപ്പം നമ്മൾ നെതന്യാഹു ആവട്ടെ, ട്രംപ് ആവട്ടെ, പല ദ്രോഹങ്ങളും ലോകത്തിൽ തന്നെ വലിയ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കല്ലേ. ഒരു ഗതാഗതം മുടക്കുകയാണ്, ചരക്ക് ഗതാഗതം. ശരിക്കും ഇറാൻ അവിടെ ഹോർമസ് കടലിലേക്ക് തുറന്നു കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറഞ്ഞു ഞങ്ങൾ അടയ്ക്കാൻ പോവുകയാണെന്ന്. ഞങ്ങൾ അടയ്ക്കും, അതിൻ്റെ വരുമാനം കൂടി കൈക്കലാക്കാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോ മാർഗം കണ്ടുപിടിക്കുക. വെനിസ്വലയെ അവരെന്ത് ചെയ്തു, അവർ കൈക്കലാക്കി. ഏറ്റവും കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യമാണ് വെനിസ്വല. പക്ഷേ അവിടെ ഒരു പ്രശ്നം കുടുങ്ങിപ്പോയി അവർക്ക്. വെനിസ്വലയിലത്തെ പെട്രോൾ, ക്രൂഡ് ഓയിൽ ഭയങ്കര കട്ടിയുള്ളതാണ്. അതിലല്പം ലൂസുള്ള പെട്രോൾ കിട്ടണം. ലൂസുള്ള ക്രൂഡ് ഓയിലും കൂടി കിട്ടിയാലേ അവർക്കത് വിൽക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ റിഫൈനറിയിൽ ഉപയോഗിക്കാൻ കഴിയും. അത്രയും കട്ടിയുള്ളത് റിഫൈനറിയിൽ ഓടില്ല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇറാനും കൂടി ആക്രമിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇറാൻ ആക്രമിച്ചതോടുകൂടി പെട്ടുപോയി. കാരണം ഇറാനുകൾ വെച്ചാൽ മരിക്കാൻ ഭയമില്ലാത്ത ആൾക്കാരാണ്. പലസ്തീനികളും മരിക്കാൻ ഭയമില്ലാത്തവരാണ്. പക്ഷേ പലസ്തീനികളുടെ കയ്യിൽ വിഭവങ്ങളില്ല, ആയുധങ്ങളോ വെടിക്കോപ്പുകളോ ഒന്നുമില്ല. ഇനിയുള്ളതാവട്ടെ അല്പം ഹമാസിൻ്റെ കയ്യിലാണ്. ഹമാസ് ആവട്ടെ ഇല്ലുമിനാറ്റി സൃഷ്ടി, ജൂത സൃഷ്ടിയുമാണ്. ഇസ്ലാമിനെ പഠിപ്പിക്കാൻ വേണ്ടി ഓരോ സ്ഥലത്ത് അവർ ഇങ്ങനത്തെ പല സംഘടനകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഹമാസ്, ലഷ്കർ തൊയ്ബ, ISIS എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ സ്ഫോടനം വന്നാലും ഒരു വേഗം ഏറ്റെടുക്കും, ഞങ്ങളാണ് അത് സ്ഫോടനം നടത്തിയത്. എവിടെയെങ്കിലും മോശം നടന്നാൽ ഏതെങ്കിലും കള്ളന്മാർ ഞാനാണ് മോഷ്ടിച്ചതെന്ന് പറയാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എവിടെ സ്ഫോടനം നടന്നാൽ ഉടനെ ലഷ്കർ തൊയ്ബ ഏറ്റെടുക്കും.
ഞാനങ്ങളാണ് സ്ഫോടനം നടത്തിയത് എന്ന്. അപ്പോൾ അതിൽ മനസ്സിലാക്കാം അത് ജൂത സൃഷ്ടിയാണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഈ ഹമാസിൻ്റെ കയ്യിൽ മാത്രമേ അല്പം ആയുധങ്ങളുള്ളൂ, മറ്റ് ഫലസ്തീനിയുടെ കയ്യിൽ ആയുധങ്ങളില്ല. അതുകൊണ്ട് ഇവർ ഫലസ്തീനിൽ തോറ്റുപോയി, താൽക്കാലികമായി തോറ്റുപോയി. അന്തിമ വിജയം സത്യത്തിൻ്റെ ആളുകൾക്ക് തന്നെ ആയിരിക്കും, അത് സംശയമില്ല. പക്ഷേ ഇറാനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇറാൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട്, മരിക്കാൻ ഭയമില്ലാത്ത ജനതയാണ്. അവിടെയുള്ള ഒരുപാട് പേരെ കൊന്നൂല്ലേ. പിന്നെ അവിടെയുള്ള പ്രസിഡൻറ്റിനെ, ഇറാൻ പ്രസിഡൻറ്റിനെ അവർ വധിച്ചു, ആദ്യം തന്നെ വധിച്ചോ എന്നറിയില്ല കേട്ടോ, വധിച്ചു എന്ന് അവർ പറയുന്നു. പിന്നെ അതുപോലെ തന്നെ മറ്റ് പല സൈനിക കമാൻഡർമാരെ 10-15 സൈനിക കമാൻഡർമാരെ വധിച്ചു. അങ്ങനെയൊക്കെയാണ് അവർ. അപ്പോൾ എന്നിട്ട് പോലും അവരെന്ത് ചെയ്യുക, ഉയർത്തെഴുന്നേറ്റും തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. പ്രവാചകൻ്റെ അനുയായികൾ യുദ്ധത്തിന് പോയാൽ മതി. യുദ്ധത്തിൽ പോയപ്പോൾ ഒരാൾ സേനാനായകൻ എന്ത് ചെയ്തു, പ്രവാചകൻ്റെ പക്ഷത്തുള്ള സേനാനായകന് വെട്ടേറ്റ് വീണു. ഉടനെ ആ കൊടിയും വേറെ ആൾ അത് കയ്യിലേന്തി യുദ്ധം ചെയ്തു. അയാളും വീഴ്ത്തിയപ്പോൾ വേറെ ആൾ കയ്യിലേന്തി. അങ്ങനെ ആണിപ്പോൾ ഇറാൻ്റെ അവസ്ഥ. ഒരിക്കലും മരിക്കുന്നില്ല. ആളുകളെ കൊല്ലാം, പക്ഷേ ആ പ്രസ്ഥാനത്തെ അവർ കൊല്ലാൻ കഴിയില്ല. പറഞ്ഞു വരുന്നത് അള്ളാഹു ഇങ്ങനെ അയച്ചിട്ട് കൊണ്ടിരിക്കുകയാണ്, എത്രത്തോളം പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രംപും നെതന്യാഹുവും എന്തുമാത്രം ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, എന്തുമാത്രം ഭീഷണിയാണ്, ജൂതന്മാർ എന്തുമാത്രം ഭീഷണിയാണ്. സൂറത്തുൽ ഫാത്തിഹയിൽ വഴിവെച്ചവരും കോപത്തിനിരയായവരും പറഞ്ഞതിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നെതന്യാഹുവിനും ട്രംപിനും പോലുള്ള ആൾക്കാരെ ക്രൂരമായ ഭരണാധികാരികളെ അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഒടുക്കം അള്ളാഹു അവരെ പിടിക്കുകയും തക്കതായ ശിക്ഷ അള്ളാഹു കൊടുക്കുകയും ചെയ്യും. തീർച്ചയായും അള്ളാഹു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഭൂമിയിൽ നാശം വിതയ്ക്കുന്ന ആ അതിക്രമകാരികൾക്ക് അള്ളാഹു തക്കതായ ശിക്ഷ നൽകുമാറാകട്ടെ. ഇറാനെ വിജയിപ്പിക്കുമാറാകട്ടെ. ഹോർമുസ് കടലിടുക്ക് അള്ളാഹു തുറന്നു കൊടുക്കുമാറാകട്ടെ. എല്ലാ ചരക്ക് ഗതാഗതവും എളുപ്പത്തിൽ എല്ലാ രാജ്യങ്ങളിലേക്കും സഞ്ചരിക്കാൻ അള്ളാഹു ഉദവി നൽകുമാറാകട്ടെ. നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ കുറഞ്ഞു കിട്ടാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഒരു സാധനത്തിനും ഒരു ഉൽപ്പന്നത്തിനും നമുക്ക് ക്ഷാമം ഉണ്ടാവാതിരിക്കാൻ അനുഗ്രഹിക്കണം തമ്പുരാനെ. അതുപോലെ തന്നെ ഇപ്പോൾ വേനൽ ഭയങ്കര കാഠിന്യമുള്ള വേനലാണ്. വേനലിൻ്റെ കാഠിന്യം കുറയ്ക്കണമെന്ന് തമ്പുരാന്. ഇതിൻ്റെ അനുഗ്രഹമാവുന്ന മഴയും തണുത്ത കാലാവസ്ഥയും നമുക്ക് അയക്കണമെന്ന് തമ്പുരാന്. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തൊക്കെ ധാരാളം കാർഷിക വിഭവങ്ങൾ ഉണ്ടാകുവാനും അങ്ങനെ നമുക്കതുവഴി ധാരാളം നാണ്യവിളകൾ ലഭിക്കുവാനും നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ കുറഞ്ഞു കിട്ടുവാനും അള്ളാഹു അനുഗ്രഹിക്കണം തമ്പുരാനെ. ആമീൻ.